ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാരമൽ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് കുത്തുഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണിത്. ഇതിന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഗോതമ്പിന് നല്ല വേവുള്ളതാണ്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇതൊന്ന് വിസിലെല്ലാം വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് വെക്കാം. അപ്പോൾ ഇതാ ഗോതമ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ പാകത്തിന് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി സെറ്റാക്കി എടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് കാരമൽ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഉരുക്കി വരട്ടെ. പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പായസത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ചൂടുള്ളതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ പായസം ഒന്നുകൂടി ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മുന്തിരിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.